എടാ കൊച്ചു തമ്പി, വെറുതെ വലിച്ചു വലിച്ചതിന്റെ കൈവെള്ളയിലെ തുണി കളയാന്നല്ലാതെ യാതൊരു ഫലവുമില്ല. ഇത് പാലത്തറയിലെ കൊമ്പനാ. ഇവനെ ഒരു ഇഞ്ച് അനക്കാൻ നീയല്ല നിന്റെ ചേട്ടൻ സാക്ഷാൽ മാണശ്ശേരി തമ്പി വന്നപ്പോൾ സാധിക്കില്ലടാ. വീമ്പ് പറയാനത് കോന്തനും സാധിക്കും. അതെ, നിന്നെ നിന്റെ അവിഞ്ഞ ആനെ മാടശ്ശേരിയിലെ ചുണക്കുട്ടന്മാർ വലിച്ചു തോപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാടശ്ശേരി കൊച്ചു തമ്പി എന്നല്ലടാ. ആ എന്നാ വലിയടാ, പിടിയടാ. എടാ കൊച്ചു തമ്പി, തോൽവി സമ്മതിച്ചേരെ. ഉത്സവത്തിനുള്ള കൊടിമരം പാലത്തറ കൊമ്പൻ തന്നെ കൊണ്ടുവരും. എടാ ശ്രീധരനുണ്ണി, നിന്റെ ഈ കുഴിയാനെ കൊണ്ട് ഉത്സവത്തിനുള്ള കൊടിമരം തൊടാൻ പോലും ഞങ്ങൾ സമ്മതിക്കല. കൊടിമരം കൊണ്ടുവരാൻ കൈക്കരുത്തുള്ള ആമ്പിള്ളേര് മാനശ്ശേരിയിലുണ്ടാ തെണ്ടി. അത്രയ്ക്ക് കരുത്തുണ്ടെങ്കിൽ വലിച്ചു തോപ്പിക്കടാ ചെത്തെ. വലിച്ചു തോപ്പിക്കൂടാ. എല്ലാവരും ഓരോ പഴം കഴിക്കൂ. പഴം എടുക്കേണ്ട പ്ലാനാണ്. പഴക്കൊല കൊണ്ടുവന്നിരിക്കുന്നു. പഴക്കൊല മാറ്റാൻ വേണ്ടി നീ തിന്നരുത്. ഞങ്ങളുടെ തടിപിടുക്കന്മാർക്ക് തിന്നാൻ കൊണ്ടുവന്ന പഴക്കൊല കണ്ടിട്ട് തുമ്പിക്കൈ നീട്ടുന്നത് അതിലും ചട്ടിത്തരവാടാ തെണ്ടി. ഇനി കൊടിവരം ഞങ്ങൾ കൊണ്ടുവരും, ഉത്സവം ഞങ്ങൾ നടത്തും, മാനശ്ശേരിക്കാരെ നടത്തും. എങ്കിൽ നടത്തി നോക്കടാ. കഴിഞ്ഞ ഉത്സവത്തിന് 3 ശവങ്ങളെ മണ്ണി വീണത് നീയും കണ്ടതല്ലേ. ഇത്തവണ ഞങ്ങൾ അത് 10 തയ്ക്കും. എങ്കിൽ ആ 10 പാലത്തറന്നായിരിക്കൂടാ. എന്നാ അത് നമുക്ക് കാണാവിടാ. നിനക്ക് കാണാൻ പറ്റൂലടാ. ആ 10 നിന്റെ ശവം ഉണ്ടായിരിക്കും. എങ്കിൽ ഉത്സവം വരെ കാക്കണ്ട, ഇപ്പൊ തന്നെ നോക്കാം. നോക്കി നിൽക്കാതെ ആരെ വരക്കടാ. എന്താടാ? നമ്മുടെ ആന 15 പേരെ ആസ്പത്രിയിലാക്കി. അസ്സലായി. ആ 15 പേരും നമ്മുടെ ആളുകളാ. താൻ പോയി ആ കരാട്ടക്കാരെയൊക്കെ ഒന്ന് ഉഷാറാക്ക്. ഉത്സവത്തിന് മാടശ്ശേരിക്കാരുടെ മുഴുവൻ നെഞ്ചിടിച്ച് കലക്കാനുള്ളതാ. എന്താ മുത്തശ്ശി ഇത്? മുത്തശ്ശിയും കരാട്ട പഠിക്കുക? ഇത് കരാട്ടല്ലടി, എനിക്ക് വലുവാ. എന്റെ വലുവ് കൂടി. എന്തൊരു മുടിഞ്ഞ വെച്ച അവന്മാരോട് ഒന്ന് നിർത്താൻ പറ. പാൽവീശി ചേർന്ന് മാറി ഇടപുറ കൊണ്ട് ചാടി വീണ് വനപ്പുറ കൊണ്ട് ചാടി വെട്ടി കേറി അടിവാളിന് വീശി പണ്ടാരടങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾ വീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ, ഇതാ ചിക്കൻ ഫ്രൈ. ചാടി വെട്ടി. എടാ, തീറ്റയാണ് അഭ്യാസം മറക്കരുത്. തുടരട്ടെ. വിശന്നിട്ട് വയ്യ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നെയ് കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇന്നാ ഇത് ഏതടവാണ് ആശാനെ? ഇതാരാ കോഴിക്കടകൻ? പൊരിച്ച കോഴിലാട്ടാ ചെറ്റെ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി. ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മുതലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഞാൻ ആ പഴക്കൊലെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട്, തേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. ആ കൊച്ചു തമ്പി
നീ വെറുതെ ബോട്ട് കടവിൽ നിന്ന് പടിഞ്ഞാറൻ കാറ്റ് കൊള്ളണ്ട. അവള് പാലത്തറയിലേക്കാ വരാൻ പോണത്. നീ വീട്ടിലേക്ക് പോടാ. പോടാ പാലുണ്ണി, അവള് മാടശ്ശേരിയിലേക്കാ വരാൻ പോണത്. അവളെ നോക്കിയാ നിക്കണെങ്കില് നീ വെറുതെ നിന്ന് വളിക്കത്തേ ഉള്ളൂ. പാലുണ്ണി വളിച്ച മോരുണ്ണി എന്ന് കേട്ടിട്ടുണ്ടോ? ചിരിക്കട്ടെ. മതി. എടാ കൊച്ചു തമ്പി, എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയ. നിന്റെ ബാലിൽ ഞാൻ നൂല് ചുറ്റി കല്ലെടുപ്പിക്കൂടാ. അതാണ് എന്റെ നാട്. ആ നിൽക്കുന്നതാണ് എന്റെ അമ്മ വീട്ടുകാർ, പാലത്തറ. മറ്റേത് അച്ഛന്റെ വീട്ടുകാരും, മാടശ്ശേരി. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹായ്, അപ്പൊ നല്ല പുകിലാണല്ലോ. വരുന്നുണ്ട് ചേട്ടാ. പതുക്കെ വന്നാ മതി. ആദ്യം ഞാൻ ഇറങ്ങും. യാത്രയൊക്കെ സുഖമായിരുന്നോ? മോളെ, മാടശ്ശേരിയിലേക്കുള്ള വഴി നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതവക്ക് ഓർമ്മ ഉണ്ടാവില്ലടാ. മോളെ, പാലത്തറയിലേക്കുള്ള വഴി നീ പറഞ്ഞിട്ടില്ലല്ലോ, അത് മതി. മറന്നു, ആ വഴി ഞാൻ മറന്നു. പിന്നെ നീ എങ്ങോട്ടാടി വന്നത്? മാളികപ്പുര എന്നൊന്നുണ്ടല്ലോ, അത് നിങ്ങളൊക്കെ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. അങ്ങോട്ടേക്ക്. ഞങ്ങളത് സമ്മതിക്കില്ല. പാലത്തറയില് നിന്നെ എല്ലാരും കാത്തിരിക്കുക. വാ മോളെ, നമുക്ക് അങ്ങോട്ട് പോവാം. പോടാ എറാം മൂളി. അങ്ങനെ അവള് വരികയാണെങ്കിൽ മാടശ്ശേരിയിലേക്കായിരിക്കും വരിക. ഇത് പഠിച്ചു പറ്റി. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് തിന്നാം. ആപ്പിളൊന്നും കിട്ടിയില്ലേ? ഉണ്ട്, ഇതിനകത്തോട്ടുണ്ട്. നിങ്ങൾ രണ്ട് തടിമിടുക്കുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്താ കാര്യം? ദാ അത് കണ്ടില്ലേ, എന്ത്? ഒരു പെൺകുട്ടിയായിട്ട് കുറെ പേര് കഷ്ടപ്പെടുത്തുന്നത്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല. ആരാവര്? അവരേതോ നാടകക്കാരാന്നാ തോന്നുന്നു. നാടകക്കാർക്ക് അത്ര ധൈര്യോ? കണ്ടിട്ട് ചരിത്ര നാടകമാണെന്ന് തോന്നുന്നു. ശരിയാ, വാളും പരിചയൊക്കെ കണ്ടില്ലേ? ഏത് ട്രൂപ്പ് ഇത്? പാലത്തറാന്ന് മാടശ്ശേരി നോക്കിയാ പറയുന്നത്. അപ്പൊ ഏതോ മാട്ട ട്രൂപ്പാ. എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. ചോദിക്കാം. ആരാടാ ഈ പാലത്തറ? നിക്കടാ. ആരാടാ ഈ മാടശ്ശേരി? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ചത്? അവർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ? ഇതു മോള് ധൈര്യമായിട്ട് വെക്കോ. ആരാ തടുക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. നടന്നോ? എല്ലാരും നടന്നോ? എന്റെ ദൈവമേ, കുഴപ്പമായി എന്നാ തോന്നുന്നേ. ദേ പറഞ്ഞ പോലെ കൂട്ടുകാരികളെല്ലാവരും വന്നിട്ടുണ്ട്. അടിച്ച് നിന്റെ ചെവി കുറ്റികളയും ഞാൻ. എത്ര നേരം വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം? ഈ ഏരി മുഴുവൻ നല്ല മൂർക്കം പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു പേടിത്തൂറി. എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. വാ പോവാ. ആശാനെ വന്നുണ്ട്. അയ്യോ പാമ്പോ? പാമ്പല്ല ആശാനെ, അവന്മാരില്ലേ വന്നത്. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാര് ദേ എത്തിപ്പോയി ആശാനെ. എത്തട്ടടാ, എത്തട്ടെ. ഇടിവെട്ടേറ്റ തെങ്ങ് കണ്ട നിന്റെ തല പോലെ. എന്റെ ഞാൻ പറഞ്ഞൊക്കെ തെറ്റാ. എന്ത്? അതല്ലടാ, പിന്നെ അത് അതൊന്നുമല്ലേ. കത്തിക്കന്നല്ല കല്ലാക്കാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. ഹലോ, ഇതാ ചരിത്രനാടകത്തിന്റെ ആൾക്കാരല്ലേ? ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഓ, അത് ശരി. ഉത്സവത്തിന് വന്നാ? ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ, അല്ലെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? ആദ്യം ഞങ്ങളുടെ പരിപാടി. തൈര് കലക്കണ സാധനം ഇതാണ്. അത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ഈസി. ആദ്യം ഇതിങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല. പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ഓടിക്കോ. ആരാണ് ഇവരെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി. ഇവനെന്റെ താടിക്കടി ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്കുക അവകാശം ഞങ്ങൾക്കാ. കരാട്ടിയിൽ അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടില്ല ആദ്യം അടി ഞങ്ങൾക്കാ. ഇല്ലേ? എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിലും കൂടെ ആരെങ്കിലും അടിക്കും. അറിയടാ.
പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ അവനെയല്ല എന്നെ. അവനെ പിടിക്കാ. നിർത്തണോ? കൂടെ നിൽക്കാതെ അവനെ പോയി അടിക്കണോ? എവിടെ പോയി അടിക്കണം? അവിടെ പോയി അടിക്കണോ? ഒരു നിനക്ക് പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? എന്നാലേ കെട്ടിച്ച് തരാവടാ. വർഗീച്ചേട്ടോ, എന്താ വർഗീച്ചേട്ടാ? അടി അടി പൊരിഞ്ഞടി. ഓടിവാ ഓടിവാ. പ്രേമിക്കണല്ലടാ. പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവരെ വിട്, അവരെ വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകക്കാര് അല്ല. ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകക്കാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാ. ഗാനഭൂഷണം കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും പപ്പടം ഞാൻ ഉത്സവത്തിന് കഥ പറയാൻ വന്നാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ. എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരയെ താമസിച്ചെന്തിനാടാ? അത് ഫുഡ്. അവരങ്ങനെയാ. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്നേ കഥ എഴുതൂ. അവിടുത്തെ കഥയെ പറയൂ. വായ തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി. അതെ, മാടശ്ശേരി തമ്പിയുടെ കഥയാ ഞങ്ങളോട് പറയാൻ പോകുന്നത്. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞ ഒരുത്തരോട് വന്നില്ലേ? എവിടെ നിന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ, വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാ വന്ന് തല്ലടാ. വന്ന് തല്ലടാ. എന്തൊരു മുടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോ എന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? നോക്കിയേ, കരാട്ടെ. കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും പിണ്ണാക്കോ? ഓ പിള്ളച്ചേട്ടാ, ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ 2 കാതികര് വന്നില്ലേ? കൊച്ചിൻ ബ്രദേഴ്സ്. അവരായി ചാക്കിൽ എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത്, ഈ മുണ്ട? അല്ല, ചാക്ക്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ വലിക്കടാ. ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റും. പേടിക്കാൻ സാറേ, അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്കു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം.
എന്താണോ ചാക്കില്? അതെ വാഴക്കൊലയാ നാടൻകായ. ആഹാ, വാഴക്കൊല ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ എന്താ, അയ്യോ എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിട്ടില്ല. ഓരോരുത്തർ വല്ലോടത്തും കൂർക്കായി നിന്നോറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? ആ അതെ. അയ്യോ എന്നാ വേണ്ട. വേണേ പൊക്കിയോ കൂടെ നോക്കണ്ട. അയ്യേ വേണ്ട. പിടിച്ചോ പിടിച്ചോ, വലിച്ചു പിടിച്ചോ, വലിച്ചു പിടിച്ചോ. ഇറക്കണോ? ഇറക്കം. പിടി. ആ എവിടെയെങ്ങാരെ ആ ബോട്ടിലേക്ക് വെച്ചേ. പതുക്കെ പിടിക്കട്ടെ. എന്താ സാധനം ഇത്? പൊട്ടണ സാധന. അത് ഗാനഭൂഷണം. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. ആ സൂക്ഷിച്ചോടൊച്ച സൂക്ഷിച്ചോടൊച്ച. ഒന്ന് സഹായിക്കടാ. പരദൂഷണത്തിന്റെ കാസറ്റാണ്. ചവിട്ടിക്കൂട്ടില്ലേ മതി. ചേട്ടാ, അത് മൂത്രമൊഴിക്കണമായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്താ പൊന്താണ് മൂത്രമൊഴിക്കണത്? നീ ചാക്കിലേക്ക് മുള്ളിക്കൊള്ളാൻ ആരും കാണില്ല. ഇതെന്താ ഒരു നാറ്റം? ശരിക്കും നിറക്കടാ. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയാ പോരെ? വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എന്താ പാലുണ്ണിയേട്ടാ? കള്ള നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരൻ നാളെ എടുത്തോലേടാ. അയ്യോ അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കാ. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടി എന്തിനും നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തു പോയിട്ടില്ലടാ, ചത്തു പോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ, ഇവനിവിടെ നിന്ന് പോകാൻ നോക്കിയോ? വാടാ. അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടുപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം. നിങ്ങളെ കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. രാവും പകലും നമ്മൾ കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ്, അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. അവര് വരണ്ടോ നോക്കാൻ? ഇല്ല, അവരിനി വരും തോന്നണില്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെയാ മരിച്ചിരിക്കുന്നടി. ചേട്ടാ, ചേട്ടന് അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ളൊന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗറാടി? ചേട്ടാ, ചേട്ടാ, അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? അത് ശരിയാ, പോയി നോക്കാം നമുക്ക്. നിന്ന് പിടിച്ചേ. അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി നിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി? ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മന്റെ വായ കത്തിക്കാൻ സമയമായി. ചൂട്ട് കത്തിക്കടാ. ഒന്ന് പിടിച്ച്. തീ കൊളുത്തട്ട ഗുരുക്കളെ. പണ്ടെന്റെ അച്ഛന്റെ ചെയ്തൊക്കെ ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം.